consider the real vector space V equal to R3 and the subsets S is equal to set of all x comma y comma z belongs to V such that x is equal to y is equal to 0 and T is set of all x belongs to V such that x is equal to 0 and W the set of all elements belongs to V such that z not equal to 0. Then which of the following statement is true? നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. 4 ഓപ്ഷൻസ് പറയുന്നത് എസ് ടി ഡബ്ല്യു ഇവര് സബ്സ്പേസുകളാണോ അല്ലേ എന്നുള്ള രൂപത്തിലുള്ള ഓപ്ഷൻസ് ആണ് വരുന്നത്. അപ്പൊ നമുക്ക് 3 സബ്സെറ്റുകൾ തന്നിട്ടുണ്ട്. ആരൊക്കെയാണ്? എസ് ടി ഡബ്ല്യു. ഈ 3 സബ്സെറ്റുകളിൽ ഏത് സബ്സെറ്റുകളൊക്കെയാണ് സബ്സ്പേസ് ആയിട്ട് വരിക, സബ്സ്പേസ് ആയിട്ട് വരാത്തത് എന്നുള്ളതാണ് ഗിവൺ ആയിട്ടുള്ള ക്വസ്റ്റ്യനിലെ നമ്മുടെ ഒബ്ജക്റ്റീവ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സബ്സ്പേസ് ആണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഓർമ്മ വരേണ്ട റിസൾട്ട് സബ്സ്പേസിന്റെ ടെസ്റ്റ് ആണ്. സബ്സ്പേസിന്റെ ടെസ്റ്റ് പറയുന്നത് വി എന്നുള്ള ഒരു വെക്ടർ സ്പേസ് ഡബ്ല്യു എന്നുള്ളത് അതിന്റെ ഒരു സബ്സെറ്റ് ആണെങ്കിൽ ഡബ്ല്യു അതിന്റെ സബ്സ്പേസ് ആവണമെങ്കിലുള്ള കണ്ടീഷൻ ഡബ്ല്യു നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലെങ്കിൽ 0 എലമെന്റ് ബിലോങ്സ് ടു ഡബ്ല്യു ആയിരിക്കണം, ഐഡന്റിറ്റി ഡബ്ല്യുവിൽ ഉണ്ടായിരിക്കണം. ആൻഡ് വെനെവർ ആൽഫ കോമ ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു, ആൽഫയും ബീറ്റയും വെക്ടേഴ്സ് ആണ്. ആൽഫ ബീറ്റ എന്ന് വേണമെങ്കിൽ എഴുതാം, v1 v2 എങ്ങനെ എഴുതാം. ആൻഡ് എ സ്കാലാർ സി ബിലോങ്സ് ടു എഫ്, നമ്മളൊരു സ്കാലാർ എടുക്കുക, സി ബിലോങ്സ് ടു എഫ്, ദെൻ സി ആൽഫ പ്ലസ് ബീറ്റ ബിലോങ്സ് ടു ഡബ്ല്യു. അങ്ങനെയാണെങ്കിൽ നമ്മൾ ഡബ്ല്യു അതിന്റെ സബ്സ്പേസ് ആണെന്ന് പറയും. ഇതാണ് നമുക്ക് സബ്സ്പേസ് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനുള്ള ടെസ്റ്റ്. അപ്പൊ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത് 3 സബ്സെറ്റുകളാണ്, എസ് ടി ഡബ്ല്യു. അപ്പൊ ഓരോന്നിലും ഫസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട കാര്യം ഈ 3 സബ്സെറ്റുകളിൽ എല്ലാത്തിലും 0 ഉണ്ടോ 0 ഇല്ല എന്നുള്ളതാണ്. 0 ഉണ്ടെങ്കിൽ അതൊക്കെ സബ്സ്പേസ് ആണോ അല്ല എന്നുള്ളത് സി ആൽഫ പ്ലസ് ബീറ്റ വെച്ചിട്ട് ചെക്ക് ചെയ്യുക. 0 ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അത് സബ്സ്പേസ് ഇല്ലാന്ന് അവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യാം. സോ നമുക്ക് ഈ ഒരു 3 സെറ്റ് ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എക്സ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ ടു ഫസ്റ്റ് സെറ്റിൽ എക്സ് 0 ആവണം, വൈ 0 ആവണം. 0 എലമെന്റ് എന്ന് പറഞ്ഞാൽ 0 0 0. സോ 0 ബിലോങ്സ് ടു 0 എസിലുണ്ട്. രണ്ടാമത്തേത് എക്സ് ഈസ് ഈക്വൽ ടു 0, വൈയും സെഡും എന്തും ആവാം, വൈയും സെഡും 0 എടുത്താലും എടുത്തില്ലെങ്കിലും ഒന്നും കുഴപ്പമില്ല, എന്തും ആവാം. അപ്പൊ 0 എലമെന്റ് ഫസ്റ്റത്തെ എലമെന്റ് 0 ആവണം എന്നാണ് നിർബന്ധം, അയാളും ടിയിലുണ്ട്. ഇനി മൂന്നാമത്തത് നോക്കുന്ന സമയത്ത് സെഡ് നോട്ട് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിരിക്കണം. അതായത് ട്രിപ്പിളറ്റിലെ ലാസ്റ്റ് ടെപ്പിള് നോൺ 0 ആയിരിക്കണം. അപ്പൊ ഒരിക്കലും എന്ത് വരൂല, 0 നെവർ ബിലോങ്സ് ടു ഡബ്ല്യു. സോറി, മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് ഡബ്ല്യു. 0 ഡബ്ല്യുവിൽ ഒരിക്കലും ഇല്ല. ദിസ് വിൽ ഇംപ്ലൈസ് ഡബ്ല്യു ഈസ് നോട്ട് എ സബ്സ്പേസ്. ഡബ്ല്യു സബ്സ്പേസ് അല്ല എന്ന് പറയാം. ഇനി നമുക്ക് ഓപ്ഷൻസിലേക്ക് നോക്കാം. ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് ഫസ്റ്റത്തെ ഓപ്ഷനിൽ 3 ആളുകളും സബ്സ്പേസ് ആണ്. രണ്ടാമത്തെ ഓപ്ഷനിൽ ഒന്നും എസും ഡബ്ല്യുവും സബ്സ്പേസ് ആണ്. മൂന്നാമത്തെ ഓപ്ഷനിൽ ടിയും ഡബ്ല്യുവും സബ്സ്പേസ് ആണ്. നാലാമത്തെ ഓപ്ഷനിൽ എസും ടിയും സബ്സ്പേസ് ആണ്. അപ്പൊ നമ്മൾ ഓപ്ഷൻസ് കമ്പയർ ചെയ്യുകയും നമ്മൾ ഈ കൺക്ലൂഡ് ചെയ്ത റിസൾട്ട്, നമ്മൾ ഒബ്സർവ് ചെയ്ത റിസൾട്ടും കൂടി വെച്ചിട്ട് എന്ത് പറയാം, ആദ്യത്തെ 3 ഓപ്ഷനിലും ആര് സബ്സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്, എയും ബിയും സിയിലും ഡബ്ല്യു സബ്സ്പേസ് ആണെന്ന് പറയുന്നുണ്ട്. സോ 3 ഓപ്ഷൻസും നമുക്ക് അവിടെ എലിമിനേറ്റ് ചെയ്യാം. സ്വാഭാവികമായിട്ടും നാലാമത്തെ ഓപ്ഷൻ മാത്രമേ ട്രൂ ആയിട്ട് വരുള്ളൂ. സോ സിൻസ് ഡബ്ല്യു ഈസ് നോട്ട് എ സബ്സ്പേസ് ആൻഡ് ഇൻ ഓൾ അതർ ഓപ്ഷൻസ് ഡബ്ല്യു ഈസ് എ സബ്സ്പേസ്, സോ ഡി ഈസ് ട്രൂ. ഇപ്പൊ നമ്മൾ എന്തേ ചെയ്തിട്ടുള്ളൂ, 0 ഉണ്ടോന്ന് നോക്കി 4 ഓപ്ഷൻസ് ഒന്ന് വായിച്ചു നോക്കി, ആദ്യം തന്നെ കൺക്ലൂഡ് ചെയ്യാൻ പറ്റി. സബ്സ്പേസിന്റെ ടെസ്റ്റ് ചെയ്യാനും പോയിട്ടില്ല, ബാക്കിയുള്ളതിനെ പറ്റി കൺക്ലൂഡ് ചെയ്യാനും പോയിട്ടില്ല. Okay, so we concluded the option D is true. Now we can check about the other options. നമുക്ക് ബാക്കി ഓപ്ഷൻസ് എങ്ങനെയൊക്കെയാണ് വരുന്നത് എന്നും കൂടെ ഒന്ന് നോക്കാം. അതിൽ ഫസ്റ്റത്തേത് പറയുന്നത് എക്സും വൈയും 0 ആവണം. സോ സബ്സ്പേസ് ടെസ്റ്റ് ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന സമയത്ത് 2 എലമെന്റ് ആൽഫയും ബീറ്റയും എസിൽ എടുക്കുക. ആൽഫയും ബീറ്റയും എസിൽ എടുക്കുമ്പോൾ ആൽഫയുടെ എക്സും വൈയും 0 ആവും, ബീറ്റയുടെ എക്സും വൈയും 0 ആവും. ഇതിന് v1 v2 എന്നുള്ള രൂപത്തിലൊക്കെ ഡിനോട്ട് ചെയ്യാം. സി ആൽഫ പ്ലസ് ബീറ്റ ചെയ്താൽ ഫസ്റ്റ് ടെപ്പിള് 0 ആണ്, സെക്കൻഡ് ടെപ്പിൾ ആഡ് ചെയ്താൽ 0 ആണ്, തേർഡ് ടെപ്പിൾ സി z1 പ്ലസ് z2 വരും. സോ ഇയാള് എസിലുണ്ട്. സി ആൽഫ പ്ലസ് ബീറ്റ എസിൽ ഉണ്ടെങ്കിൽ സബ്സ്പേസ് ടെസ്റ്റ് പ്രകാരം അയാള് വിയുടെ സബ്സ്പേസ് ആണെന്ന് പറയാം.
ഇനി ടി എന്നുള്ള സെറ്റ് എടുക്കുന്ന സമയത്ത് രണ്ടാളുകൾ എടുത്താൽ ടിയിലെ പ്രത്യേകത ഫസ്റ്റത്തെ ഇതേമാതിരി തന്നെ പറയുകയാണെങ്കിൽ ഫസ്റ്റത്തെ ടപ്പിൾ 0 ആവണം, എക്സ് 0 ആവണം, ബാക്കിയുള്ളത് എന്തായാലും കുഴപ്പമില്ല. അപ്പൊ y1 z1 y2 z2 എന്ന് എടുത്തു, രണ്ടാളുകളെ ചൂസ് ചെയ്തു. സി ആൽഫ പ്ലസ് ബീറ്റ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ടപ്പിൾ ആഡ് ചെയ്യുമ്പോൾ 0 പ്ലസ് 0 തന്നെയാണ് വരുന്നത്. സോ ഫസ്റ്റ് ടപ്പിൾ 0 വരും. സി y1 പ്ലസ് y2 സി z1 പ്ലസ് z2. ഇയാളും എവിടെ ഉണ്ട്? ടിയിലുണ്ട്. സോ ടി ഈസ് ഓൾസോ എ സബ്സ്പേസ് ഓഫ് ടി. ആൻഡ് ഡബ്ല്യു ഈസ് നോട്ട് എ സബ്സ്പേസ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡബ്ല്യു എന്തല്ല, 0 അതിലില്ല, ഡബ്ല്യു സബ്സ്പേസ് അല്ല. സോ ഓപ്ഷൻസ് നോക്കുന്ന സമയത്ത് എസും ടിയും സബ്സ്പേസ് ആണ്. നമുക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റും ഓൺലി എസ് ആൻഡ് ടി ആർ subspace of the vector space V. Hence option D is true. Consider the vector space V over the field of real numbers spanned by the set S is equal to ഒരു സെറ്റ് തന്നിട്ടുണ്ട്. What is the dimension of V? നമ്മളോട് വിയുടെ കൺസിഡർ ദ വെക്ടർ സ്പേസ് വി വി എന്നുള്ള ഒരു വെക്ടർ സ്പേസ് തന്നിട്ടുണ്ട്, അതിന്റെ ഒരു സ്പാനിങ് സെറ്റും തന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് സ്പാൻ ഓഫ് എസ് ഈക്വൽ ടു വി ആണ്. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദ ഡയമെൻഷൻ ഓഫ് വി എന്നാണ് ചോദിച്ചത്. ഡയമെൻഷൻ ഓഫ് വി, ഒരു സ്പാനിങ് സെറ്റ് തന്നിട്ടുണ്ട്. നമുക്കറിയാം സ്പാനിങ് സെറ്റിന്റെ ഉള്ളിൽ എന്തുണ്ടായിരിക്കും? ബേസിസ് ഉണ്ടായിരിക്കും. ഒരു സ്പാനിങ് സെറ്റ് തന്നാൽ ഒന്നിക്കലോ സ്പാനിങ് സെറ്റ് തന്നെ ബേസിസ് ആയിട്ട് മാറും, അല്ലെങ്കിൽ നമുക്ക് സ്പാനിങ് സെറ്റിൽ നിന്ന് ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിട്ട് വരുന്ന ആളുകളെ റിമൂവ് ചെയ്തിട്ട് ബേസിസ് ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അപ്പൊ ഇവിടെ നമ്മളോട് സ്പാനിങ് സെറ്റ് തന്നിട്ടുണ്ട്, അതിൽ റിമൂവ് ചെയ്തിട്ട് അല്ലെങ്കിൽ അത് ബേസിസ് ആണോ അല്ലയോ എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ. ഇനി സ്പാനിങ് സെറ്റിലെ ഓരോ എലമെന്റും ഒബ്സർവ് ചെയ്യാം. 0 1 0 0 1 1 0 0 ഈ ഒരു രൂപത്തിൽ ഒബ്സർവ് ചെയ്യുന്ന സമയത്ത് എന്ത് വരും? ഇതിലെ ഓരോ ആളുകളും x1 അല്ലെ x1 x2 x3 x4 ഈ ഒരു ഫോർമാറ്റിലാണ് എല്ലാവരും വരുന്നത്. ദാറ്റ് മീൻസ് ഇതിലെ ആളുകളൊക്കെ എവിടെയുള്ള ആളുകളാണ്? R4ലുള്ള ആളുകളാണ്. സോ നമ്മൾ എസ് എന്നുള്ള സബ്സെറ്റ് അല്ലെങ്കിൽ സബ്സെറ്റ് ആക്കി എടുക്കുന്ന സമയത്ത് അത് ആരുടെ സബ്സെറ്റ് ആക്കിയിട്ട് മാറ്റാം? R4ന്റെ സബ്സെറ്റ് ആക്കിയിട്ട് മാറ്റാം. അതായത് R4ലുള്ള ചില എലിമെന്റ്സിന്റെ കളക്ഷൻ ആണ് എസിലുള്ളത്. അപ്പൊ എസ് സ്പാൻ ചെയ്യുന്നുണ്ട്. സോ സ്പാനിങ് സെറ്റ് സ്പാൻ ഓഫ് എസ് എടുക്കുന്ന സമയത്ത് സ്പാൻ ഓഫ് എസ് ഈസ് എ വെക്ടർ സ്പേസ് വിച്ച് ഈസ് വി. വി വെച്ചിട്ടാണ് നമുക്ക് ഇവിടെ നൊട്ടേഷൻ വരുന്നത്. എസ് R4ന്റെ സബ്സെറ്റ് ആയതുകൊണ്ട് എസ് സ്പാൻ ചെയ്യുന്ന വെക്ടർ സ്പേസ് ആരുടെ സബ്സ്പേസ് ആയിട്ട് മാറും? R4ന്റെ സബ്സ്പേസ് ആയിട്ട് മാറും. സബ്സ്പേസിന്റെ ഡയമെൻഷനും സ്പേസിന്റെ ഡയമെൻഷനും നമുക്ക് എങ്ങനെ കണക്ട് ചെയ്യാം? ഡയമെൻഷൻ ഓഫ് V is less than or equal to dimension of R4 and dimension of R4 is equal to 4. So given vector space in the dimension less than or equal to 4 ആയിരിക്കും. നമ്മൾ നിർഭാഗ്യം കൊണ്ട് എല്ലാ ഓപ്ഷൻസും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങളുടെ സെറ്റ് ഒബ്സർവ് ചെയ്യുക. നമ്മുടെ സെറ്റ് ഒബ്സർവ് ചെയ്താൽ ഈ സെറ്റിൽ എത്ര ആളുകളുണ്ട്? 1 2 3 4 5 6 എലമെന്റ്സ് ഉണ്ട്. സോ എസ് എന്നുള്ള സെറ്റിൽ 6 എലമെന്റ്സ് ഉണ്ട്. നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ എസ് ഇസ് 6. സ്വാഭാവികമായിട്ടും ഈ സെറ്റ് എന്താവൂല? ബേസിസ് ആവൂല. ഇതിലെ പല ആളുകളും ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആയതുകൊണ്ട് ഇതൊരിക്കലും ബേസിസ് ആവില്ല. ഡയമെൻഷനേക്കാൾ കൂടുതൽ ആളുകൾ ഉണ്ടെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിട്ട് മാറും. അപ്പൊ ഇതിലെ പല ആളുകളെയും നമുക്ക് എന്താക്കി മാറ്റാം? പല ആളുകളെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റും. അങ്ങനെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് മാറ്റാൻ പറ്റിയതിൽ ഇങ്ങനെ പറ്റുന്നത് വെച്ചിട്ട് നമ്മൾ ഓരോ ആളുകളെ എലിമിനേറ്റ് ചെയ്യുക. ഒരാളെ മറ്റൊരാളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കി എഴുതാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിലൊരാളെ എലിമിനേറ്റ് ചെയ്യുക. അങ്ങനെ എലിമിനേറ്റ് ചെയ്തിട്ട് ഒരു ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റ് ഉണ്ടാക്കി കൊണ്ടുവരിക. അങ്ങനെ സ്പാനിങ് സെറ്റിൽ നിന്ന് ഡിലീറ്റ് ചെയ്തിട്ട് ലീനിയർലി ഇൻഡിപെൻഡന്റ് സെറ്റിലേക്ക് എത്തുക. അത് ചിലപ്പം 4-ലെത്തും. എന്തായാലും 4-ല് 5-ൽ എന്തായാലും വരില്ല. രണ്ടാൾ എന്തായാലും പോകണം. കാരണം ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 ആണ്. 4-ല് ചിലപ്പം 4 ആളുകൾ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവാം. അഥവാ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണെങ്കിൽ പിന്നെയും താഴോട്ട് പോവുക. അങ്ങനെ ആ താഴോട്ട് എലിമിനേറ്റ് ചെയ്തിട്ട് എന്താക്കി മാറ്റുക?
ബേസിസ് ആക്കി മാറ്റാണ് ഈ ഒരു ക്വസ്റ്റനിൽ നമ്മുടെ എയിം. സോ സ്പാനിങ് സെറ്റിന്റെ ഉള്ളിൽ ഒരു ബേസിസ് ഉണ്ടായിരിക്കും എന്നുള്ള റിസൾട്ട് ആണ് ഫസ്റ്റ് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്തത്. അതേപോലെ ഡയമെൻഷൻ ഓഫ് R4 ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4, ഡയമെൻഷൻ ഓഫ് R4 ഈസ് ഈക്വൽ ടു 4. സോ എനി സബ്സ്പേസ് ഓഫ് R4 ഈസ് ഓഫ് ഡയമെൻഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4. ആ ഒരു രണ്ട് റിസൾട്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. സോ ഇനി നമുക്ക് ഇവിടെ നോക്കേണ്ടത് എത്ര ആളുകളെ ഏതൊക്കെ ആളുകളുടെ ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. എന്നിട്ട് അതിൽ നിന്ന് ഓരോ ആളുകളെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഡയമെൻഷൻ ഓഫ് V is equal to number of linearly independent vectors in S. Sൽ എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇവിടെ ഡയമെൻഷൻ പറയുന്നത്. അതില് എസ്സില് ഞാൻ ആദ്യം എസ്സിന് എഴുതിയിട്ടുണ്ട്. അതിൽ ചില എലമെന്റ്സിന് ഞാൻ ഒന്ന് കളർ മാറ്റി എഴുതിയിട്ടുണ്ട്. അതിൽ ഈ എലമെന്റ് കൺസിഡർ ചെയ്യാം 1110. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം 0100 ഫസ്റ്റ് എലമെന്റിന്റെയും 1010 തേർഡ് എലമെന്റിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ ഗിവൺ സെറ്റിന് നമുക്ക് ഇയാളെ റിമൂവ് ചെയ്യാം. കാരണം ഇതിനോട് ലീനിയർലി കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നുണ്ടെന്ന് പറഞ്ഞാൽ ലീനിയർലി ഡിപ്പെൻഡന്റ് ആവും. അപ്പൊ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇയാളെ റിമൂവ് ചെയ്യാം. അതേപോലെ 1100 എന്നുള്ള എലമെന്റ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് 1100 നമുക്ക് 0100 ഫസ്റ്റ് എലമെന്റിന്റെയും 1000 ലാസ്റ്റ് എലമെന്റിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ ഇതിനെയും നമുക്ക് എന്ത് ചെയ്യുന്ന എസ് എന്നുള്ള സെറ്റിൽ നിന്ന് റിമൂവ് ചെയ്യാം. സ്പാനിങ് സെറ്റിൽ നിന്ന് നമ്മൾ എലമെന്റ്സിനെ ഡിലീറ്റ് ചെയ്തിട്ട് എന്തിലേക്ക് വരികയാണ് ബേസിസിലേക്ക് വരികയാണ്. സോ സ്പാനിങ് സെറ്റിൽ നിന്ന് നമ്മൾ രണ്ടാളുകളെ റിമൂവ് ചെയ്തു. ഈ സെറ്റ് എന്ത് ചെയ്യും വിനെ സ്പാൻ ചെയ്യും. ഇനി അത് അങ്ങനെ റിമൂവ് ചെയ്ത് കിട്ടിയ സെറ്റ് ഞാൻ ഇവിടെ മാർക്ക് ചെയ്തു. എസ് മൈനസ് നമ്മളെ രണ്ടാളുകളെ റിമൂവ് ചെയ്തു. അതിൽ 4 ആളുകൾ ഉണ്ടാവും. അവരെ 4 ആളെയും ഞാൻ ഇവിടെ ലിസ്റ്റ് ചെയ്തു. ഇനി അതിൽ ഈ എലമെന്റ് നോക്കുക 1010. ഇതിനെ എനിക്ക് എന്ത് ചെയ്യാം 0010യുടെയും 1000യുടെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ചെയ്യാം. രണ്ടും കൂടി ആഡ് ചെയ്താൽ മതി. 0+1 1 വരും, 00 വരും, 0+1 1 വരും, 0+0 0 വരും. സോ 1010 എന്നുള്ള എലമെന്റിനെയും കൂടി എനിക്ക് എന്ത് ചെയ്യാം നമ്മൾ രണ്ടാളെ റിമൂവ് ചെയ്തു. ആ സെറ്റിൽ നിന്ന് എനിക്ക് ഈ എലമെന്റിനും കൂടെ റിമൂവ് ചെയ്യാം. സോ ടോട്ടലി നമ്മൾ എസ് എന്നുള്ള സെറ്റിൽ നിന്ന് 3 ആളുകളെ റിമൂവ് ചെയ്തു. അങ്ങനെ കിട്ടിയ സെറ്റാണ് 1000 0100 0010. ഈ സെറ്റ് ആരെ സ്പാൻ ചെയ്യും വിനെ സ്പാൻ ചെയ്യും. ആൻഡ് വിച്ച് ഈസ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. ഇവിടെ നമുക്ക് ഒന്നിനെയും മറ്റൊന്നിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാൻ പറ്റൂല. സോ ഈ ഒരു സെറ്റ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആണെന്ന് പറയാം. So we can conclude that the dimension of V is equal to 3. ഇനി നമ്മളൊരു മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് 6 വെക്ടേഴ്സ് ആണ് തന്നത്. ആ 6 വെക്ടേഴ്സിനെയും നമ്മൾ എന്ത് ചെയ്യുക റോ വെക്ടർ ആക്കിയിട്ടോ കോളം വെക്ടർ ആക്കിയിട്ടോ എങ്ങനെ വേണമെങ്കിലും എക്സ്പ്രസ് ചെയ്യാം. ഞാൻ റോ വെക്ടർ ആക്കിയിട്ടാണ് എക്സ്പ്രസ് ചെയ്തത്. റോ വെക്ടർ ആക്കി എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് 1 2 3 4 5 6 റോയും 4 കോളം കിട്ടും. ഒരു എംബ്രിയൻ മാട്രിക്സ് കിട്ടും. ഇനി നമുക്ക് തിരിച്ച് റോ വെക്ടറിന് പകരം കോളം വെക്ടർ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. കോളം വെക്ടർ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യുകയാണെങ്കിൽ 4/6 വരും. അങ്ങനെ റോ വെക്ടർ ആക്കിയിട്ടോ കോളം വെക്ടർ ആക്കിയിട്ടോ എക്സ്പ്രസ് ചെയ്യാം. അതിലെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് റോസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡന്റ് കോളംസ് ആണ് ഇതിലെ ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ആയിട്ട് വരാം. അതായത് റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും സെയിം എന്നുള്ള രൂപത്തിലാണ് പറയുന്നത്. അപ്പൊ ഇവിടെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് കോളം അല്ലെങ്കിൽ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് റോ, ഇതാണ് നമ്മൾ നോക്കേണ്ടത്. അതിൽ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് കോളം നോക്കാൻ നമുക്ക് എന്തായാലും റാങ്ക് എന്തേ വരുള്ളൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 4 വരുള്ളൂ. ഓക്കെ, അപ്പൊ അതിൽ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് കോളം നോക്കുന്ന സമയത്ത് ലാസ്റ്റ് കോളം C4 എന്താണ് എല്ലാ എലമെന്റും 0 ആണ് വരുന്നത്. So number of linearly independent column will be less than or equal to 3. ഇനി linearly independent columns ഇവർ എന്ത് ചെയ്യാണ്
ഇതിൽ സ്ക്വയർ സബ് മാട്രിക്സ് ഉണ്ടോ നോക്കിയാൽ മതി. ഇതിന്റെ റാങ്ക് 3 ആണെങ്കിൽ എന്തായിട്ട് മാറും? ഇതിലെ നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് കോളംസ് 3 ആയിരിക്കും. ഇതിലെ ഫസ്റ്റത്തെ 3/3 എടുക്കുന്ന സമയത്ത് തന്നെ നമുക്ക് ഒബ്സർവ് ചെയ്യാം ഇതിന്റെ റാങ്ക് 3 ആണെന്നുള്ളത്. സോ ലാസ്റ്റ് കോളം ടോട്ടലി ഐഡന്റിക്കലി ഈക്വൽ ടു 0 ആയതുകൊണ്ട് കോളം റാങ്ക് 4 വരൂല. കോളം റാങ്ക് എന്തായിട്ട് മാറും? 3 ആയിട്ട് മാറും. കോളം റാങ്ക് ആണ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് കോളംസ്, അതന്നെയാണ് നമ്പർ ഓഫ് ലീനിയർലി ഇൻഡിപെൻഡൻസ് റോസ്. ദാറ്റ് മീൻസ് എത്ര ലീനിയർലി ഇൻഡിപെൻഡന്റ് വെക്ടേഴ്സ് ഉണ്ടെന്ന്. Hence this method also we can conclude that the dimension of the given vector space is 3. Question പറയുന്നത് if M31 is a linear combination of vectors 321 and 210. 321ന്റെയും 210യുടെയും ലീനിയർ കോമ്പിനേഷൻ ആണ് M31. അങ്ങനെയാണെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്താന്നുള്ളതാണ്. സോ അതിനെ ബേസിക് ആയിട്ട് നമ്മൾ ഡെഫിനേഷൻ വെച്ച് പറയുമ്പോൾ M31 നമുക്കറിയാം is a linear combination of 321 and 210 പ്ലസ് കൂടെ കൊടുക്കാം. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ടാവും സം C1, ഇവിടെ ഒരു കോഎഫിഷ്യന്റ് ഉണ്ടാവും സം C2. ഈ ഒരു ലീനിയർ കോമ്പിനേഷൻ എടുക്കുന്ന സമയത്ത് MC1 കിട്ടുന്നുണ്ടെങ്കിൽ എമ്മിന്റെ വാല്യൂ എന്ത് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അതിൽ രണ്ടാമത്തെ ടെപ്പിൾ 3 ആണ് വരുന്നത്. ഇവിടെ 2ഉം ഇവിടെ 1ഉം. അപ്പൊ ജസ്റ്റ് ഇവര് തമ്മിൽ ആഡ് ചെയ്താൽ തന്നെ 3 കിട്ടുന്നുണ്ട്. അതേപോലെ ഇവിടെ 1 ആണ്, ഇവിടെ 1, ഇവിടെ 0. അപ്പോ 3ഉം 1ഉം കിട്ടാൻ വേണ്ടിയിട്ട് 321ഉം 210യും ആഡ് ചെയ്താൽ മതി. സോ കോഎഫിഷ്യന്റ് ആയിട്ട് ആരെ കൊടുത്താൽ മതി? 1നെ കൊടുത്താൽ മതി. അപ്പൊ 3 + 2 വരും, M5 വരും. ഇവിടെ 3 കിട്ടാൻ 1 × 2 + 1 × 1 വരും. ആൻഡ് ലാസ്റ്റ് 1 × 1 + 1 × 0 വരും. സോ M31 ആ ഒരു രൂപത്തിൽ കിട്ടും. M = ആരാണെന്ന് കൺക്ലൂഡ് ചെയ്യാം? 5 ആണെന്ന് കൺക്ലൂഡ് ചെയ്യാം. ഇനി മറ്റൊരു രൂപത്തിൽ പറയുകയാണെങ്കിൽ M31 321ന്റെയും 210യുടെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. അപ്പൊ നമ്മൾ 321 ഈ 3 വെക്ടേഴ്സും കൂടി എടുക്കുക. M31 321 210 ഈ 3 വെക്ടേഴ്സും കൂടിയുള്ള സെറ്റ് കൺസിഡർ ചെയ്യുക. ലെറ്റ് ഇറ്റ് ബി സം എസ്. M31 ഇവരെ രണ്ടാളുടെയും ലീനിയർ കോമ്പിനേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ ടോട്ടലി ഈ സെറ്റ് എടുക്കുന്ന സമയത്ത് ഈ സെറ്റ് എന്തായിട്ട് മാറും? ലീനിയർലി ഡിപ്പെൻഡന്റ് ആയിട്ട് മാറും. ഈ സെറ്റ് ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ്. അങ്ങനെയാണെങ്കിൽ ലീനിയർലി ഡിപ്പെൻഡൻസിയുടെ കണ്ടീഷൻ ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ആ ഒരു രൂപത്തിലും എമ്മിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറ്റും. ഇവര് മൂന്നാളും എന്താണ്? R3യിലെ വെക്ടേഴ്സ് ആണ്. R3യിലെ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവാനുള്ള കണ്ടീഷൻ എന്താണ്? ഈ 3 വെക്ടേഴ്സിനെ റോ ആയിട്ടോ കോളായിട്ടോ എക്സ്പ്രസ് ചെയ്യുക. അതായത് M31 321 210. ഇതിനെ ലീനിയർലി റോ ആയിട്ടോ കോളായിട്ടോ എക്സ്പ്രസ് ചെയ്യാം. നമ്മൾ റോ ആയിട്ടാണ് എക്സ്പ്രസ് ചെയ്തത്. എങ്ങനെ ചെയ്താലും കുഴപ്പമില്ല. റാങ്ക് ഓഫ് എയും റാങ്ക് ഓഫ് എ ട്രാൻസ്പോസും സെയിം ആണ്. അതിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആണെങ്കിൽ ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവും. അപ്പോ R3യിലെ 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ്. Rnലും ഈ റിസൾട്ട് സെയിം ആയിട്ട് കോൺസിക്വന്റ് ആയിട്ട് ഇതേപോലെ Nന് കറസ്പോണ്ടിങ് ആയിട്ട് പറയാം. 3 വെക്ടേഴ്സ് ലീനിയർലി ഇൻഡിപെൻഡന്റ് ആവാനുള്ള ഇഫ് ആൻഡ് ഓൺലി ഇഫ് കണ്ടീഷൻ ആണ്. അതിനെ റോ വെക്ടേഴ്സ് ആയിട്ടോ കോളം വെക്ടേഴ്സ് ആക്കിയിട്ടോ എക്സ്പ്രസ് ചെയ്യുമ്പോൾ കിട്ടുന്ന മാട്രിക്സ് എന്തായിരിക്കണം? മാട്രിക്സിന്റെ ഡിറ്റർമിനന്റ് നോൺ സീറോ ആയിരിക്കണം, നോൺ സിംഗുലർ മാട്രിക്സ് ആയിരിക്കണം. ഇവിടെ ലീനിയർലി ഡിപ്പെൻഡന്റ് ആണ് എന്നാണ് കിട്ടിയത്. M31നെ മറ്റു രണ്ടിന്റെയും ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് എക്സ്പ്രസ് ചെയ്യാം. സോ ഡിറ്റർമിനന്റ് ഇവിടെ എന്ത് വരണം? 0. സോ if we considering the set M31 321 210, then this set is linearly independent, and the set is linearly dependent if and only if determinant of this matrix is 0. Okay. Okay. So since M31 is a linear combination of 321 and 210, we observe that this set is linearly dependent, and this set is linearly dependent if and only if determinant of this matrix is 0. So നമ്മൾ ഡിറ്റർമിനന്റ് ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് m × 2 × 0 0 വരും, 2 - 0 1 × 1 1 വരും, m × 0 - 1 -3 × 0 - 2 plus 1 × 3 - 4. ജസ്റ്റ് ഡിറ്റർമിനന്റ് കാൽക്കുലേഷൻ ആണ് വരുന്നത്. വിച്ച് ഈസ് ഈക്വൽ ടു 0 വരും. -m + 6 - 1 ഈസ് ഈക്വൽ ടു 0 വരും.
and this will implies m is equal to 5. So the given vector is the linear combination of other two if and only if m is equal to 5, and option C is true. Okay.